ഹായ്, നമ്മളെല്ലാവരും മേക്കപ്പ് ചെയ്യുന്നവരാണല്ലേ? ഐലൈനർ എഴുതുന്നുണ്ട് പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ, ലിപ്സ്റ്റിക് ഇടുന്നുണ്ട്, മസ്കാര ഇടുന്നുണ്ട്, ഫേസ് ക്രീം ഇടുന്നുണ്ട്, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കാവോ? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ? അങ്ങനെ ചെയ്യാവോ നമുക്ക്? ഒരിക്കലും പാടില്ല. നമുക്ക് കുഞ്ഞുങ്ങളിൽ ഇപ്പൊ 5 വയസ്സായിക്കോട്ടെ, 8 വയസ്സായിക്കോട്ടെ, 9 വയസ്സായിക്കോട്ടെ, കഴിവതും കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ ഇതുപോലുള്ള കോസ്മെറ്റിക്സ് യൂസ് ചെയ്യാനായിട്ട് സമ്മതിക്കരുത്. കാരണം ഈ കോസ്മെറ്റിക്സിലൊക്കെ എന്താണുള്ളത്, പല രീതിയിലുള്ള സയന്റിഫിക് ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ടുള്ള ആഡഡ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലെഡ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരു എന്താ പറയാ, ഈ ഒരു കോസ്മെറ്റിക് എത്ര വില കൂടിയ കോസ്മെറ്റിക് ആയിക്കോട്ടെ, ഇതിലെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് കുഞ്ഞു മക്കൾക്ക് നമ്മളത് പ്രത്യേകിച്ചും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അവർ ഓൾറെഡി സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെ ആയിരിക്കും. സോ നമ്മൾ വെറുതെ നമ്മളായിട്ട് തന്നെ കുഞ്ഞുങ്ങളുടെ സ്കിന്ന് ഇല്ലാണ്ടാക്കേണ്ടത് ശരിയുള്ള കാര്യമാണോ? അല്ല. നമ്മളായിട്ട് തന്നെ കുഞ്ഞുങ്ങളുടെ സ്കിന്നിനെ നമ്മൾ ഇല്ലാണ്ടാക്കേണ്ട ആവശ്യമില്ല. മാത്രല്ല, ഈ കോസ്മെറ്റിക്സ് ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് അറിയാം, നമ്മൾ അമ്മമാര് എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു രീതിയിലായിരിക്കും കുഞ്ഞുങ്ങൾ പഠിച്ചു വരുന്നത് അല്ലെ? അവർ കാണുന്നുണ്ട് നമ്മൾ ഒരുങ്ങുന്നതൊക്കെ. അപ്പൊ ലിപ്സ്റ്റിക് എന്തിനാണെന്നും ഐലൈനർ എന്തിനാണെന്നും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നന്നായിട്ട് ആഗ്രഹവും കാണും അവർക്ക് ഇങ്ങനത്തെ രീതിയിൽ. പക്ഷെ നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക, ഇതിന്റെ ദൂഷ്യഫലങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അലർജീസ്, അതായത് റാഷസോ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആവുകയോ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ കുഞ്ഞിലെയൊക്കെ പറയും, ന്യൂബോൺ ആവുന്ന ടൈമിൽ എന്താ പറയുന്നത്, കരിയോ അതുപോലെ തന്നെ പൗഡറോ ഒന്നും കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കരുത്. അത് കൂടുതലും അലർജിയിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അത് കുഞ്ഞുങ്ങൾ കരിയൊക്കെ വരയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് കണ്ണില് ആ ഒരു കരി അല്ലെങ്കിൽ ആ ഒരു കാജൽ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അപ്പോൾ കണ്ണ് ചുവക്കാനും ഡോക്ടറിനെ കൊണ്ട് കാണിക്കാനും അതിന് വേണ്ടിയിട്ടുള്ള ഓയിൻമെന്റും കാര്യങ്ങളും പിന്നീട് യൂസ് ചെയ്യേണ്ടി ഒക്കെ വരുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ നമ്മൾ ഈ 8, 9, 10 വയസ്സായ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അല്ലെങ്കിൽ പ്ലേ സ്കൂളിലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ കണ്ണില് ഐലൈനർ എഴുതി കൊടുക്കുന്നവരുണ്ട് അല്ലെ? അപ്പൊ ഇതൊക്കെ നമ്മൾ ശീലിപ്പിക്കുന്നതാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ എന്തൊക്കെയാണ് ശീലിപ്പിക്കുന്നോ ആ രീതിയിൽ തന്നെയാണ് കുഞ്ഞുങ്ങൾ മുന്നോട്ട് വളർന്നു വരുന്നത്. അത് ഏത് കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ കുഞ്ഞു മക്കൾക്ക് നമ്മൾ ഈ വക കാര്യങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ സൺബേൺ ഒക്കെ വരാണ്ടിരിക്കാൻ വേണ്ടി സൺസ്ക്രീൻ അങ്ങനത്തെ മോയ്സ്ചറൈസർ ക്രീമോ അങ്ങനത്തെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിനെ പോയി കാണുക. ഡെർമറ്റോളജിസ്റ്റിനെയോ നിങ്ങൾ കുഞ്ഞുങ്ങളെ കാണിക്കുന്ന ഡോക്ടറിനെയോ ആരാന്ന് വെച്ചാൽ ഒന്ന് പോയി കാണുക. കണ്ട് ആ കുഞ്ഞിന്റെ സ്കിൻ ടോൺ ഏതാണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഏത് ക്രീമാണോ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആ ക്രീം നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കഴിവതും നിങ്ങളുടെ സ്വയം ട്രീറ്റ്മെന്റ്, ഇപ്പൊ ഒരു ചുവന്ന 1-2 റാഷസ് കണ്ടു, നമ്മുടെ സ്വയം ട്രീറ്റ്മെന്റ് ശരി, ഈ ലോഷൻ അല്ലെങ്കിൽ ഈ സംഭവം തേച്ചാല് ഓക്കെ ആവും, സ്കിന്നിലെ മാറിക്കോളും എന്നുള്ളൊരു തോട്ടിലും പോകരുത്. കാരണം ഏത് തരം റാഷസ് ആണെന്നോ അതിന്റെ ഇന്റൻസിറ്റി എങ്ങനെയാണെന്നോ നമുക്കറിയില്ല. സോ നമ്മൾ കഴിവതും ഡോക്ടറിന്റെ അടുത്ത് പോയി തന്നെ അത് ട്രീറ്റ് ചെയ്യുക. അതിലുള്ള മെഡിസിൻസും കാര്യങ്ങളും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരും. ഈവൻ സൺസ്ക്രീൻ ആണെങ്കിൽ പോലും ഡോക്ടർ പറയും ഇന്ന ക്രീം കൊള്ളാം എന്ന് പറയുമ്പോൾ അത് തന്നെ വാങ്ങിച്ച് കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ മാത്രല്ല, ഈ കോസ്മെറ്റിക് യൂസ് ചെയ്യുന്നത് വഴി ഈ പറയുന്ന ലെഡ്സും ഈ പറയുന്ന സയന്റിഫിക് ആയിട്ടുള്ള ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പോൾ അത് ഫ്യൂച്ചറിൽ കുറെ ഓവറായിട്ട് നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോൾ ഫ്യൂച്ചറിൽ ഇത് ക്യാൻസർ എന്ന രോഗത്തിലോട്ട് എത്തിക്കാനും ഒക്കെ ചാൻസസ് കൂടുതലാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞുമക്കൾക്കും ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനത്തെ രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കരുത്. നാച്ചുറൽ ബ്യൂട്ടി ആയിട്ട് അവർക്ക് ഉണ്ട്. ഏത് കുഞ്ഞിനാണെങ്കിലും ദൈവം കൊടുത്തിട്ടുള്ള സൗന്ദര്യം എല്ലാ കുഞ്ഞുമക്കൾക്കും ഉണ്ട്. അത് നമ്മൾ കീപ്പ് ചെയ്യുക. നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് നമ്മൾ കൊടുക്കുക. ഇഷ്ടംപോലെ വെള്ളം കുടിക്കാനായിട്ട് പ്രേരിപ്പിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ സ്കിന്ന് ഗ്ലോ ആയിട്ടിരിക്കാനും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കാനും ഒക്കെ ഉള്ള ഒരു ടിപ്പ്. ഞാൻ മേക്കപ്പിനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ സംസാരിച്ചത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇതുവരെ എന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. അപ്പം വീണ്ടും അടുത്ത വീഡിയോയിലോട്ട് കാണാം. ബൈ ബൈ.